ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാനൊരു ഫ്രൈഡേ വ്ളോഗുമായിട്ടാണ് വന്നത് കേട്ടോ. ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്നത്തെ രാവിലെ മുതലുള്ള വീഡിയോസാണ് ഞാൻ എടുത്തത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആദ്യം തന്നെ ചായ കിട്ടണം എന്നുള്ള നല്ല സ്ട്രോങ് ചായ കാച്ചിയിട്ടുണ്ട്. രണ്ടാളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും എടുത്തിട്ടുണ്ട്. സ്ട്രോങ് ചായയും കാച്ചി കുടിച്ച്. അതുപോലെ തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ഓരോരുത്തർ ഓരോന്നാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ, അസ്ലങ്ക വേറെ, ലിയാന വേറെ, ബാസിം വേറെ, അവരെല്ലാവരും വേറെ വേറെ ആണ് ഉണ്ടാക്കിയത്. ഒരൈറ്റം അല്ല ആക്കിയത്. അപ്പോൾ ഒരാൾക്ക് ഓട്സ്, ഒരാൾക്ക് മുട്ട, ഒരാൾക്ക് ബ്രെഡ് അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ഇങ്ങനത്തെ ഈ ഒരു ബ്രെഡിൽ ഞാൻ ബട്ടർ തേച്ചിട്ട് ജസ്റ്റ് അതാണ് ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന ഈ ഒരു എല്ലായിടത്തും കിട്ടും, സാമൂലി എന്നാണ് ഇതിന് പറയുക കേട്ടോ. ഈ ഒരു ബ്രെഡിന് പറയുക നീളത്തിലുള്ള ഇത് മിൽക്ക് സാമൂലിയാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ബട്ടറും കൂടെ തേച്ച് വെച്ചിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്ക് ഇതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കാണും. അതിൽ നെക്കിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിലാണ് പെട്ടെന്ന് ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടുക. ഇനിയിപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുത്തത്. അത് നല്ല സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഓയിലൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന്, വെളിച്ചെണ്ണ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ സോഫ്റ്റായി ചുരുങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ കളർ തീരെ മാറരുത് കേട്ടോ. നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടണം. ഈ ഒരു രീതിയിലാണ് വഴറ്റിയെടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ 1 മിനിറ്റോളം അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പച്ചമുളക് കുറച്ച് കൂടുതൽ ഇട്ടോ, കാരണം ഇതിൽ മുളക് പൊടി ചേർക്കണില്ല. അപ്പോൾ അതാ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന പൊടി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ സ്പെഷ്യൽ ബിരിയാണി മസാല പൗഡറാണെന്നുള്ള അതാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാ നമ്മൾ ഗരം മസാല ചേർത്താലും മതി. ചെറിയൊരു ടേസ്റ്റിന് വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ അതാ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ്, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂണോളം അതും ചേർത്ത് കൊടുത്താണ്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താണ്. ആ 2 ജീരകം പൊടിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയും പൊടികളുള്ളൂ കേട്ടോ. ബിരിയാണി മസാലൻ്റെ പൊടിയും ചെറിയ ജീരകവും വലിയ ജീരകവും പൊടിച്ച പൊടികൾ. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കുക, എരിവിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ വേണേൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അത് ഒരു വലിയ സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഒന്ന് ചൂടായി കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് തൈരാണ്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കറികളിൽ തൈര് ചേർക്കുന്ന സമയത്ത് എപ്പോഴും മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചിട്ട് ഈ ഒരു രീതിയിൽ ക്രീം ആക്കിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കറി വെക്കുന്ന സമയത്ത് അതങ്ങ് പിരിഞ്ഞു പോകും, അങ്ങനെ ഒരു തരിതരിയായിട്ട് കാണൂല, കട്ടകട്ടായിട്ട്. അതിനാണ് നമ്മൾ മിക്സിയിൽ അടിക്കാന്ന് പറയുന്നത്. മിക്സിയിൽ അടിച്ചിട്ട് തൈര് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അതൊരിക്കലും പിരിഞ്ഞു പോകില്ല കേട്ടോ. ഞാൻ ചിക്കൻ കറീൻ്റെയൊക്കെ റെസിപ്പി, നമ്മൾ ദാബ സ്റ്റൈൽ ചിക്കൻ കറിയൊക്കെ ഇല്ലേ, അതിലൊക്കെ മെയിനായിട്ട് ഇടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് തൈരാണ്. അപ്പോൾ എപ്പോഴും കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നതാണ്, തൈര് ചേർക്കുന്ന സമയത്ത് ഞങ്ങൾ ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നുണ്ടല്ലോ എന്നുള്ള. അപ്പോൾ പിരിയാണ്ടിരിക്കാനുള്ള ഒരു ട്രിക്കാണിത് കേട്ടോ. അപ്പം മിക്സിയിൽ അടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് പിരിയൂല, നല്ല ക്രീം ആയിട്ട് തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ കണ്ടില്ല, ആ ഒരു അരക്കപ്പോളം ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചൂടാക്കിയിട്ടത്, അതിന് ശേഷം ഞാൻ കോഴിയും കൂടെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. 1 കിലോ കോഴിയാണ് ഞാൻ എടുത്തത്. നല്ല കറിക്കട്ടായിട്ട് മുറിച്ചതിന് ശേഷം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് ചൂടാവട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത് കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഓരോരുത്തർ എടുക്കുന്നതിനനുസരിച്ച് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഉപ്പിൻ്റെ ടേസ്റ്റിൻ്റെ ലെവലും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഒക്കെ വരണം എന്ന് പറയുന്നത്. ഞാൻ ഇടുന്ന കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 കപ്പോളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യത്തിന് ഈ ഒരു ഗ്രേവി ഉള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചോ. ഇത് കുക്കറിലും ചെയ്യുക, ചെമ്പിലും ചെയ്യട്ടെ. ഞാനിപ്പോൾ കുക്കറിൽ പെട്ടെന്ന് ആവാൻ വേണ്ടി ചെയ്യണമെന്നേ ഉള്ളൂ, ചെമ്പിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. എന്നിട്ട് നമുക്കിത് കവർ ചെയ്തിട്ട് വേവിച്ചെടുക്കുക. ഇതിവിടെ വിസിൽ വരുന്ന കുക്കറല്ല, അപ്പോൾ ഞാനിതിവിടെ ഒരു 15 മിനിറ്റ് സമയം വെച്ചിട്ട് തീ ഓഫ് ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് വിസിൽ വരുന്നതാണെങ്കിൽ ഒരു വിസിൽ അടിഞ്ഞാൽ ഓഫ് ചെയ്തിട്ടാൽ മതി. ഇനിയിപ്പോൾ അതാ നമ്മൾ വേറൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് റൈസ് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. ഇനി ആ ചെമ്പ് ചൂടായാൽ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തത്, പശു നെയ്യാണ്. അതിട്ട് കൊടുത്തൊന്ന് ചൂടായി കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു ചെറിയ സൈസുള്ള ഉള്ളി, ഒരു കൈപ്പിടി ഉണ്ടാവുള്ളൂ, കുറച്ച് അണ്ടി മുന്തിരി അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഉള്ളി ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു കൈപ്പിടി ഉണ്ടാവുള്ളൂ, ഒരു ചെറിയ സൈസുള്ള ഒരു ഉള്ളി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. ഞാൻ മറ്റേ തന്നെ കുറച്ചും കൂടി മാറ്റി വെച്ചതാണ് കേട്ടോ ആദ്യം അരിഞ്ഞപ്പോൾ. ഇനി അതൊന്ന് നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം, നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യണ പോലെ തന്നെ. ഇപ്പോൾ ഞാൻ ആ ഒരു ഉള്ളി കോരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് സെയിം എണ്ണയിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കിസ്മിസ് ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് വീർത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ആ ഒരു മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വരും. അങ്ങനെ വീർത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതാ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, ഇതിന് കോരി മാറ്റാം കേട്ടോ. ഇനി ഈ സെയിം എണ്ണയിലേക്ക് തന്നെ, ആ ഒരു സെയിം എണ്ണ തന്നെയാണ് കേട്ടോ, അതിലേക്ക് കുറച്ച് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഏലക്കായ് വേണം, കുറച്ച് പട്ട വേണം, കുറച്ച് ഗ്രാമ്പു വേണം. ഇത്ര സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു 5-6 ഏലക്കായ്, ഒരു 3-4 പീസ് പട്ട, ഒരു 5-6 തന്നെ ഗ്രാമ്പു, ഇത്ര സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കഴുകി ഊറ്റി കൊണ്ടുവന്നിട്ടുള്ള കയമ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ജീരകശാല അരി എന്ന് പറയുന്ന കയമ അരി, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഊറ്റിയെടുത്തതാണ് കേട്ടത്. ഇനിയിപ്പോൾ അരിയിലേക്ക് ഇട്ട് കൊടുക്കുക. അരി എടുത്ത അളവ് എന്ന് പറയുന്നത് ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തത് കേട്ടോ. ഇപ്പോൾ അതാ അരി മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് വറുത്തെടുക്കണം, നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്നവരെ. ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോയി കിട്ടണം. എന്നിട്ട് അരിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ആ ഒരു രീതിയിലാണ് ഞാനിതിവിടെ വറുത്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ അത് അരിയൊക്കെ നന്നായിട്ട് വറന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, അരിയൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിയാൻ തുടങ്ങി, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിലായാൽ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാനിവിടെ 3 കപ്പാണ് അരി എടുത്തത്. ഇനിയിവിടെ ഞാനൊരു 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 5 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിള വന്നോട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു അരിക്ക് വേണ്ടിയ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ നിറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ചെറുനാരങ്ങ പിഴിഞ്ഞതാണ്, 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെള്ളം വറ്റുന്നവരെ വേവിക്കട്ടോ. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പകുതി ആയാൽ. ഇപ്പോൾ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പകുതി വെന്ത സമയത്ത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിരുന്നു, ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം ഒന്നും കൂടെ വേവിച്ചെടുത്തതാണിത്. ഇനി ഇതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത നമ്മളെ കറിയില്ല, അത് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതാണ്. കറക്റ്റ് പാകത്തിൽ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഉരുളക്കിഴങ്ങും ആ ഒരു ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ, ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം കട്ടിയില്ല, അധികം ഇതും അല്ലാത്തൊരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങാപ്പാലാണ് ഞാൻ കലക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പോളം തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലുള്ള ഉരുളക്കിഴങ്ങില്ല, അത് ഞാനങ്ങ് ഉടച്ചാളുന്നുണ്ട് കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഉടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മക്കൾ ഈ ഉരുളക്കിഴങ്ങ് പെറുക്കിയിട്ട് അവിടെ വെക്കുക, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാകുമ്പോൾ കറിക്ക് കുറച്ച് കട്ടിയും കിട്ടും, പിന്നെ ആണെങ്കിൽ ആ ഒരു ഉരുളക്കിഴങ്ങ് അവർ കഴിച്ചോളും. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഇറക്കി വെക്കാം കേട്ടോ. തേങ്ങാപ്പാൽ വെച്ചാൽ ഒരുപാട് തിളപ്പിക്കരുത്. ഇനിയിപ്പോൾ ഞാനൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മാരിനേഷനാണ് കാണിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിന്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാലൻ്റെ പൊടിയും കുറച്ച് കളറും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളറൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ അതാ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടി വേണം. അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും വേണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങൻ്റെ നീര് വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കാണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല കട്ടിക്കുള്ള മാരിനേഷൻ ആയിരിക്കണം. ഇതാ നല്ല കട്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തത്. ഇനി ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കുക കേട്ടോ. തീരെ ചിക്കനിൽ വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് ആ ഒരു മസാല പെട്ടെന്ന് അങ്ങ് ലൂസായി പോകും. അതുകൊണ്ടാണ് വെള്ളം തീരെ എടുക്കരുത് എന്ന് പറയണത്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും മിനിമം നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഇത് അടുത്ത ഞാനൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു സാലഡാണ്. ക്യാരറ്റ്, കുക്കുമ്പർ, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങൾ ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ പഴയ രീതിയിലുള്ള തച്ചമ്പറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതെല്ലാ സാധനങ്ങളും കൂടി നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മളെ പണ്ടത്തെ കല്യാണ പരിപാടിയിലൊക്കെ നമുക്ക് തച്ചമ്പർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനല്ല, നമുക്ക് ബിരിയാണിൻ്റെ കൂടെ വിളമ്പുന്ന ഒരു സാലഡാണിത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് വിനെഗറാണ് കേട്ടോ.
ഒരു 3 ടീസ്പൂണോളം വിനെഗർ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വേണ്ടിയ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ഒരു സാധനം കൂടെ ചേർക്കണം കേട്ടോ, പച്ചമുളക്. അതിവിടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. പച്ചമുളകും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ചേ ഇടുന്നുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളെ സാലഡ് ഇവിടെ റെഡി ആയിനി, ഇതോടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അരമണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുത്തത്. എന്നിട്ട് ഇതാ ഒരു മീഡിയം തീയിലിട്ടിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പറ്റുന്നൊരിതാണ്, ഒന്നുകിൽ ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഒരുപാട് നേരം പൊരിച്ചെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പുറം ഭാഗം മാത്രം മരിച്ചിട്ടും എടുക്കും. അങ്ങനെയും ചെയ്യരുത് കേട്ടോ, രണ്ടും തെറ്റാണ്. ഒരു മീഡിയം തീയിലിട്ടിട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് വേഗം എടുക്കുക, എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെ ചിക്കൻ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഒരു ചോറ് ഞാൻ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ജുമയൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളതിൻ്റെ മേലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയില്ലേ, അത് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഗീ റൈസ് തിന്നുന്ന സമയത്ത് ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണില്ല, ഇങ്ങനെ വിളമ്പണ സമയത്ത് മാത്രമേ നമ്മളിത് വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് തിന്നുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ആ പൊരിച്ച സാധനങ്ങളൊക്കെ ചേർത്തതിന് ശേഷം ഞാനിതാ ഒരു മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതോടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് നമ്മളതിൻ്റെ കറി കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടമാണ് ഇന്ന് ഉണ്ടാക്കിയ കറി എന്ന് പറയുന്നത്, ചിക്കൻ ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് നമ്മൾ ഗീ റൈസ് ആയതുകൊണ്ട് തന്നെ അധികം കട്ടിയിൽ നമ്മൾ കറി ഉണ്ടാക്കണ്ട, കാരണം കുറച്ച് കോരി ഒഴിക്കാൻ ഇവിടെ കറി വേണം എല്ലാവർക്കും, അതുകൊണ്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ കറിയും വിളമ്പി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കറി റെഡി ആയിന്. അപ്പോൾ നെയ്ച്ചോറ് കറി എല്ലാം ഞാനിവിടെ വിളമ്പി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിന്നണത് കാണിക്കാം. നമ്മൾ ഈ ഒരു എന്താ പറയുക, ഒരു ദിവസം എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒരു ഗീ റൈസും ഇഷ്ടം പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ മനസ്സ് ഭയങ്കര സന്തോഷമായിട്ട് കിട്ടും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് പൊരിച്ചതും ഇഷ്ടം നെയ്ച്ചോറും എന്ന് പറയുന്നത്. നമ്മളെ ബിരിയാണിയൊക്കെ അത് ഒരു ലെവൽ തന്നെയാണ്, അത് വേറെ. പക്ഷെ എന്നാലും ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഇത് കിട്ടുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ അതാ പൊരിച്ച ചിക്കൻ ഇത് കണ്ടില്ല, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കണം. പിന്നെ അതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തച്ചമ്പറും. ഇത്രയാണ് ഇന്നത്തെ ഫ്രൈഡേ ലഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. മാഷാല്ലാ അടിപൊളിയാണ്, ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്ക്. ഇനി ഇത് നമ്മൾ നാരങ്ങൻ്റെ അച്ചാറാണ് കേട്ടോ, അതും കൂടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ നാരങ്ങ അച്ചാർ തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ഇതാ ഈവനിങ് ആയി. ഇനിയിപ്പോൾ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാനൊരു 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തത്, അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ആ ഒരു ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയായാൽ മതി, ഒരുപാട് നേരിട്ട് അങ്ങ് കുറുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ, പിഞ്ച് തന്നെ പിഞ്ച് ആയിരിക്കണം, ഒരു നുള്ള്. ഇനിയിപ്പോൾ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് കേട്ടോ. നമ്മൾ ഉപ്പിട്ടതുകൊണ്ട് അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ പിന്നെ ഉപ്പ് വേറെ ചേർക്കേണ്ടിയില്ല. പിന്നെ അതാ കുറച്ച് ഫ്ലേവറിന് വനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാൽ മതി കേട്ടോ. ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് പത പോലെ വരും, അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. ഒരുപാട് നേരം ഇട്ടിട്ട് കുറുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ടില്ല. ഇപ്പോൾ നന്നായിട്ട് ബട്ടറൊക്കെ മെൽറ്റായി ഈ ഒരു രീതിയിലായി കേട്ടോ, ഇങ്ങനെ പെട്ടെന്നാവും. അപ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ ആവശ്യത്തിന് നല്ല കട്ടിയായിട്ട് വന്നോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാനൊരു 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും ഞാൻ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞതാ ഞാൻ വേറൊരു പാത്രത്തിലും അതുപോലെ തന്നെ വെള്ള വേറൊരു പാത്രത്തിലും ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളയിൽ തീരെ മഞ്ഞ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടി ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2 ടീസ്പൂണിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. 2 ടീസ്പൂൺ പഞ്ചസാര ഈ ഒരു വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. നല്ല എന്താ പറയുക, സോപ്പ് പത പോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം കേട്ടോ. ആ ഒരു വേബ്സ് ഒക്കെ കാണുന്ന രീതിയിൽ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായാൽ ആ വെള്ളം അവിടെ മാറ്റി വെക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, കമഴ്ത്തിയാൽ ഇങ്ങോട്ട് വീഴരുത്, അതാണ് പാകം. ഇനിയിപ്പോൾ അത് ആ ഒരു മുട്ടൻ്റെ മഞ്ഞയിലേക്ക് ഒരു 2 ടീസ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 4 ടീസ്പൂണാണ് ചേർത്തത്. ഇതിലേക്ക് കുറച്ച് വെനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ഒരുപാട് അങ്ങ് പതഞ്ഞ് പൊന്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയാൽ മതി. മെൽറ്റ് ആയതിന് ശേഷം ഞാനിതോടെ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 2 ടേബിൾ സ്പൂൺ കേട്ടോ. 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിനൊന്ന് ഇതുമായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. സോറി, മൈദപ്പൊടിയല്ല, പാൽ കേട്ടോ.
പാല് 1 കപ്പാണ് ഞാൻ എടുത്തത്. നിങ്ങൾ എത്രയാണോ പാലെടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മൾക്ക് ഈ ഒരു മൈദപ്പൊടിൻ്റെ അളവ് എന്ന് പറയുന്നത് കേട്ടോ. 1 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാല് ചേർത്ത ഉടനെ തന്നെ 1 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് അടിച്ചു കൊടുക്കുക. ലൂസായിരിക്കും, വല്ലാണ്ടങ്ങ് മിക്സ് ചെയ്യാൻ പോകണ്ട, ഒരുപാട് അങ്ങ് തെറിച്ചു പോകും. ഇനിയിപ്പോൾ ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പാണ് മെഷറിംഗ് കപ്പിനായിട്ട് എടുത്തത് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എത്ര പൊടി വേണം എന്നുള്ളത് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/4 കപ്പിൻ്റെ 2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇനി പോരാൻ തോന്നുകയാണെങ്കിൽ മൈദപ്പൊടി പിന്നെയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ ചേർക്കാവും കേട്ടോ. ഒന്നിച്ച് ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ അത് ടൈറ്റ് ആയി പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ അതാ അടുത്ത 2 പ്രാവശ്യം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 1 കപ്പ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിടണേ. എന്നിട്ട് അടിച്ച് നോക്കുക കറക്റ്റ് പാകത്തിലാണോ എന്നുള്ളത്. നമുക്ക് ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചറിൽ ഒരു എല്ലാ കേക്കും അല്ല, നമ്മൾ ആ ഒരു എന്താ പറയുക ലോഫ് കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു പോരാൻ തോന്നിയപ്പോൾ ഒരു 1/4 കപ്പും കൂടെ ഞാൻ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1/4 കപ്പ് മൈദപ്പൊടി 1 കപ്പ് പാലിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവ് മാത്രം കറക്റ്റ് ആയിരിക്കില്ല. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളടുത്തുള്ള പാലിൻ്റെ അതുപോലെ മൈദപ്പൊടിൻ്റെ ഒക്കെ ടെക്സ്ചർ പോലെ ഇരിക്കും. ഇപ്പോൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടിയിട്ട്. ഇത്രയും കട്ടി ഉണ്ടാവണം, ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോകാനും പാടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു അടിച്ചു വെച്ച മുട്ടൻ്റെ വെള്ളമില്ല, അത് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇതൊരു കുറച്ച് സമയം എടുക്കും, ഇങ്ങനെ ഒന്ന് കുറേശ്ശെ ഇട്ട് മിക്സ് ആക്കി വരാൻ വേണ്ടിയിട്ട്. ഞാൻ സ്പീഡാക്കി കാണിക്കുകയാണ്. അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തത് കുറേശ്ശും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചേരുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ മുട്ടൻ്റെ മഞ്ഞയും പൊടിയൊക്കെ മിക്സ് ആക്കിയ സമയത്ത് കുറച്ച് കട്ടിയിൽ വേണം എന്ന് പറഞ്ഞത്. എന്നാലാണ് ഈ ഒരു മുട്ടവെള്ളയും കൂടെ ചേർക്കുന്ന സമയത്ത് കറക്റ്റ് പാകത്തിലായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അതാ കറക്റ്റ് എല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. ബാക്കി ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ, കാരണം ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യണ കാണിച്ചാൽ ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ ഞാൻ ഇതിലിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ തവ ചൂടായാൽ ചെറിയ സിമ്മിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടില്ല, ഈ ഒരു പാകത്തിലാണ്. എന്നിട്ട് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കാം. അപ്പോൾ കുറേശ്ശെ മതി കേട്ടോ, ചെറുതാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഒരുപാട് ചെറുതല്ല, ഒരു പപ്പടത്തിൻ്റെ വലുപ്പത്തിനുള്ള ആ ഒരു സൈസ്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 എണ്ണം അറ്റ് എ ടൈം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് സിമ്മിലായിരിക്കണം വെക്കണത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിലൊരു ബബിൾസ് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഒരുപാട് നേരം വെക്കണ്ട, പെട്ടെന്ന് തന്നെ ബബിൾസ് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ സാധാരണ സ്ട്രോബെറി സീസൺ ഉണ്ടാകുന്ന സമയത്ത് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കും കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സ്ട്രോബെറിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ 2 ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കോരിയെടുക്കാം. അടിപൊളി ഫ്ലഫി ആയിട്ടുള്ള സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിന്. അപ്പോൾ ഇതിന് കൂട്ടി തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ ഒരു ബട്ടറിൻ്റെ സോസ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ആ പാൻ കേക്ക് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത ബാച്ചും ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു കളറാണ് കറക്റ്റ് കേട്ടോ. ഞാൻ ആദ്യം എടുത്തത് കുറച്ച് നേരത്തായി പോയിക്കിന്, ഇതാണ് കറക്റ്റ് കളറ്. ഇപ്പോൾ അതെല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു സോസ് ഒഴിക്കുക. ഇത് പാൻ കേക്കിൻ്റെ സോസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പാൻ കേക്ക് സിറപ്പ് എന്നാണ് ഇതിന് പറയുക. പക്ഷെ നമ്മളിത് പുറത്തുനിന്ന് വലിയ പൈസയാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു കുപ്പി വാങ്ങാൻ നല്ല പൈസ ഉണ്ട്. അപ്പോൾ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൽ കാണിച്ചത്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഹണി വെച്ചിട്ടും കഴിക്കട്ടോ, നല്ല ടേസ്റ്റാണ്. ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സോസ് ആക്കിയിട്ട് അതും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. അപ്പോൾ ശരി, അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.